സല്ലല്ലാഹു അലൈഹി വസല്ലം കാലക്കൂട്ടി ഓർമ്മപ്പെടുത്തി. 10-25 വർഷം മുമ്പ് സൗദിയിൽ ജോലി ചെയ്ത ഒരുപാട് മുഖങ്ങൾ ഈ സദസ്സിലുണ്ട്. അന്ന് പോയാലും ഇന്ന് പോയാലും മാറ്റം കാണാം. അന്നൊരു ളുഹ്ർ വാങ്ങ് കൊടുക്കുമ്പോഴേക്ക് അസ്സലാ 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 എന്ന് മുത്തവ്വമാര് അനൗൺസ്മെന്റ് നടത്തി. ഷട്ടറുകൾ മുഴുവനും മടിപ്പിച്ച് തായോട്ട് വലിച്ച് പള്ളിയിലേക്കുള്ളൊരു നിർദ്ദേശം വരുമ്പോ അതാരുടെ പാരമ്പര്യമാണെന്നറിയുമോ? മഹാന്മാരായ സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ്. ഖുർആനിലൂടെ അല്ലാഹു അവരെ പുകഴ്ത്തി പറഞ്ഞു, റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. സ്വഹാബിമാർ ആൺകുട്ടികളാണ്, പൗരുഷത്വം പൂർണ്ണമായവരാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, ഒരു ബിസിനസ്സും ഒരു ഏർപ്പാടും അവരെ ശ്രദ്ധ മാറ്റിക്കളയൂല. അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന്. എത്ര ബിസിനസ് ആണെങ്കിലും എത്ര വലിയ കച്ചവടമാണെങ്കിലും വഇഖാമിസ് സ്വലാ, ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് അവരെ ശ്രദ്ധ മാറ്റിക്കളയൂല. പണ്ഡിതന്മാര് പറയുന്നു, അന്നത്തെ കാലത്ത് മദീന സൂഖിലുള്ള ആളുകള് ബാങ്ക് വിളി കേട്ടാൽ ഉടൻ അവർ പറയുന്ന വാക്കാണ് അസ്വലാ അസ്വലാ. ഒരു കടക്കാരൻ അടുത്ത കടക്കാരനോട് പറയും സ്വലാ സ്വലാ, അടുത്ത കടക്കാരൻ സ്വലാ സ്വലാ. എല്ലാവരും കൂടി ഐക്യപ്പെട്ട അനൗൺസ്മെന്റ് നടത്തി കടകളൊക്കെ അടച്ച് മദീനത്തെ പള്ളിയിലോ പരിസരങ്ങളിലോ ജമാഅത്തിനെത്തിപ്പോയി. മക്കയിലും പരിസരങ്ങളിലും ജമാഅത്തിനെത്തിപ്പോയി. അവരെ പ്രശംസിച്ചാണ് അല്ലാഹു പറഞ്ഞത്, അവര് ആൺകുട്ടികളാണ്, യഥാർത്ഥ പുരുഷന്മാരാണ്. എന്തേ അവരിങ്ങനെ ചെയ്യാനുള്ള കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണും കൽബും മാറി മറിയുന്നൊരു ദിനം വരാനുണ്ട്. അന്ന് എല്ലാവരുടെ കണ്ണും കൽബും ഭയപ്പാടിലാണ്. ആ ഒരു ദിനത്തെ പേടിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ദുനിയാവിൽ ഒരുക്കം നടത്തുകയാണ്. ഇന്ന് നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം, പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോകാം, ബിസിനസ് നടത്തുന്നവർക്ക് എപ്പോഴും നടത്താം. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ മുഖച്ഛായ മാറുമ്പോ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം